ആരോഗ്യ മേഖലയിൽ ഒന്നാം സ്ഥാനത്ത് എന്ന് പറയപ്പെടുന്ന കേരളം. ആരോഗ്യമന്ത്രി വീണയുടെ വാക്കുകൾ, ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ എല്ലാ അർത്ഥത്തിലും ഒന്നാം നമ്പർ എന്നുള്ളതാണ്. ഒന്നാം നമ്പറായ നമ്മുടെ ആരോഗ്യ മേഖലയിൽ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഏറ്റവും മനുഷ്യ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ബുധനാഴ്ച നടന്നത്. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസാരിക്കാൻ ആർക്കും സമയമില്ല. പക്ഷേ പ്രതികരിക്കുന്നവർ പറയുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ആശുപത്രി അധികൃതർ പറയുന്നത്, ഒരു അനാസ്ഥയും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഒരു ഓഡിയോ സന്ദേശം മരിച്ചുപോയ വേണുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരവാദികൾ ഇവർ തന്നെയായിരിക്കും. ഇത്തരത്തിലൊരു മരണമൊഴിയായിട്ട് ആ ഓഡിയോ കാണേണ്ടതില്ലേ? മാത്രമല്ല, നമ്മുടെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ പുറം ലോകത്തേക്ക് എത്തിക്കുമ്പോഴും നമ്മൾ എങ്ങനെയാണ് ആരോഗ്യ മേഖലയിൽ ഒന്നാം നമ്പർ എന്ന് പറയാൻ കഴിയുക? ഈ കേരളം ആരോഗ്യ മേഖലയിൽ നമ്പർ 1 എന്നുള്ള ആ ഒരു അവകാശവാദം തുടർച്ചയായും പരസ്യമായും വ്യാപകമായും കേൾക്കാൻ തുടങ്ങിയത് ഈ രണ്ടാം പിണറായി ഭരണത്തിൻ്റെ തുടക്കം മുതലാണ്. കോവിഡും നിപ്പായും ഒക്കെ വന്നപ്പോൾ പഴയ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ കാലത്ത് ചെറിയ തോതിലൊക്കെ നമ്മളാണ് ഇന്ത്യയിൽ നമ്പർ 1 ആണ് എന്നൊക്കെയുള്ള രീതിയിൽ തുടങ്ങി വെച്ചത്. അടുത്ത മന്ത്രി വന്നപ്പോൾ അതങ്ങ് ലോകത്തോട്ടായി. ലോക നമ്പർ 1. ആ ന്യൂയോർക്കിൽ നിന്നൊക്കെ ലക്ഷക്കണക്കിന് രൂപ വിമാന ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്ന് 2 പല്ലൊക്കെ ശരിയാക്കിയിട്ട് പോയി എന്നൊക്കെയുള്ള തള്ള്, അങ്ങനെയൊക്കെയുള്ള വാദങ്ങളൊക്കെ കേൾക്കുന്ന നാട്ടിലാണ് 49 വയസ്സുള്ള ഒരു സാധാരണക്കാരൻ ഓട്ടോ ഡ്രൈവർ, അദ്ദേഹം 6ാമത്തെ ദിവസമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടന്ന് മരിച്ചത്. ഇപ്പോൾ ആ ഒരു ഓഡിയോ സന്ദേശം പുറത്തു വരാതെ ഇദ്ദേഹം മരിക്കുകയും ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ആ കുടുംബം പറയുകയും ചെയ്താൽ ഒരാൾ പോലും അത് വിശ്വസിക്കില്ലായിരുന്നു. പക്ഷേ മരിക്കുന്നതിന് 2 ദിവസം മുന്നേ, അല്ലെങ്കിൽ 1 ദിവസം മുന്നേ, അദ്ദേഹം തൻ്റെ സുഹൃത്തായ അൻവർ സാദത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ശബ്ദ സന്ദേശം അയക്കുക എന്ന് മാത്രമല്ല, നീ ഇത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചില്ലെങ്കിൽ ഓക്കെ, എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഇത് പുറം ലോകം അറിയണം എന്നും കൂടി പറയുക. ശ്രീ ഗോപകുമാർ പറഞ്ഞതുപോലെ മരണമൊഴിയാണ്. ഈ മരണമൊഴി എന്ന് പറഞ്ഞാൽ അപകടം പറ്റിയോ ഏതെങ്കിലും ആത്മഹത്യാശ്രമത്തിലോ ഒക്കെ വന്നിട്ട് മരിക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് പറയുന്നത് മാത്രമല്ല മരണമൊഴി. നല്ല പൂർണ്ണ ആരോഗ്യത്തോടെ അപ്പോൾ സംസാരിക്കാൻ കഴിയുമായിരുന്ന വ്യക്തി പറഞ്ഞ അത് ഏറ്റവും വലിയ മരണമൊഴിയാണ്. മരണമൊഴിയെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് അപ്പീലൊന്നുമില്ല. അപ്പോൾ ഈ ശബ്ദ സന്ദേശം കൃത്യമായി പറയുന്ന വാക്കുകളൊക്കെ ഒരു ഓട്ടോ ഡ്രൈവറുടെ വാക്കുകളാണെന്ന് പോലും നമ്മൾക്ക് എത്ര അർത്ഥവത്തായ വാക്കുകളാണ് പറയുന്നത്. ഇവിടെ മുഴുവൻ കൈക്കൂലിയാണ്, ആരും തിരിഞ്ഞു നോക്കുന്നില്ല, ഒരു നായെ നോക്കുന്നത് പോലും എന്നെ നോക്കുന്നില്ല. ഇത് കൈക്കൂലി കിട്ടാത്തത് കൊണ്ടാണോ എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് തോന്നിപ്പോകുന്നു അടിവില്ലിൽ പെട്ട അവസ്ഥയിലാണ് ഞാൻ. നോക്കൂ, എത്ര അർത്ഥവത്തായ വേദനാജനകമായ വാക്കുകളാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യ കൊടുത്തിട്ടുള്ള ബൈറ്റുണ്ട്. കൃത്യമായി വന്നിട്ട് മരിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ലൈവായി നമ്മൾക്ക് കാണത്തക്ക രീതിയിൽ അവർ ഒരല്പം ബോൾഡായ ഒരു സ്ത്രീയാണ്, ഒരു അധ്യാപികയാണ് സ്വകാര്യ സ്കൂളിൽ. അവർ പറയുന്നു ബുധനാഴ്ച ആൻജിയോഗ്രാം ചെയ്യാം എന്ന്, വെനസ്ഡേ ഓർ ഫ്രൈഡേ എന്ന് അവർ ഇംഗ്ലീഷിൽ ഡോക്ടർമാർ പറയുന്നത് ഞാൻ കേട്ടതാണ്. എക്കോ എടുക്കാൻ കൊണ്ടുപോയി. ബുധനാഴ്ച അറ്റൻഡർ വന്ന് ആൻജിയോഗ്രാമിനുള്ളവരുടെ പേര് വിളിക്കുമ്പോൾ വേണുവിൻ്റെ പേരില്ല. അപ്പോൾ വേണു തന്നെ അറ്റൻഡറോട് ചോദിക്കുന്നു, എൻ്റെ പേരെന്താ ഇല്ലാത്തത്? ഡോക്ടർ ഇന്നലെയും പറഞ്ഞാണല്ലോ ഇന്ന് ആൻജിയോഗ്രാം എടുക്കാമെന്ന്. അപ്പോൾ അറ്റൻഡർ പറഞ്ഞു അത് എൻ്റെ പരിധിയിൽ വരുന്നതല്ല. ഡോക്ടർ ശരിയാ, അറ്റൻഡർക്ക് പേരെഴുതി കൊടുത്താൽ അയാൾക്ക് പറയുന്ന പേര് ആരെ വിളിച്ചോണ്ട് പോകാനല്ലേ, വേറെ എന്ത് ചെയ്യാൻ പറ്റും? നഴ്സുമാർ എടുക്കെ ചെന്ന് ഐ സി യുവിൽ ചെന്ന് തട്ടിയതിനെ അവരെ കുറ്റപ്പെടുത്തി. എന്നിട്ട് അവസാനം ഒരു ജൂനിയർ ഡോക്ടർ വന്നു. ഡോക്ടർ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്തു. ആദ്യം പറഞ്ഞ മരുന്ന് അവിടെ ഇല്ലെന്ന് നഴ്സ് പറയുന്നു. അപ്പോൾ ഡോളോ 650 കൊടുക്കാൻ പറയുന്നു, അതും ഇല്ലെന്ന് പറയുന്നു. അപ്പം പറയുന്നു ഡോളോ 500 കൊടുക്കാൻ. അപ്പം ഈ ഭാര്യ പറയുന്നു ആദ്യം പറഞ്ഞ മരുന്ന് ഏതോ ഒരു മൈസിൻ, അത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, എൻ്റെ കയ്യിലുണ്ട്,
അതവർ കൊണ്ടുവന്ന് ഈ ഡോക്ടറെ കാണിച്ചിട്ട് കൊടുക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ലോക നമ്പർ 1 ആ പേഷ്യൻറ്റിൻ്റെ കയ്യിൽ ഗുളിക ഉണ്ടായിരുന്നത് കൊണ്ട് അവർ കൊണ്ടുവന്ന ഗുളിക കൊടുത്തിട്ടാണ് നമ്പർ 1 എന്ന് പറയുന്നത്. ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ അല്പമെങ്കിലും പണ്ട് VS പറഞ്ഞ കണക്ക് ഉള്ളുപ്പ് എന്നൊരു വാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തോട് മാപ്പ് പറയണ്ടേ? നോക്കൂ, ആ കുടുംബത്തിൽ പോലും പോകില്ല. കാരണം ഇപ്പം ആ കുടുംബത്തെ കാണുന്നത് സർക്കാരിൻ്റെ അതിദരിദ്ര സംസ്ഥാനം എന്നൊക്കെ പ്രഖ്യാപിച്ച് ലോക നമ്പർ 1 ആയി ഇരിക്കുമ്പോൾ ഈ സർക്കാരിൻ്റെ ഇമേജ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സ്വയം വേണമെങ്കിൽ മരണപ്പെട്ടതാണെന്ന് വരെ ആക്ഷേപിച്ച് കളയും. ഒന്നിനും മടിക്കാത്ത ഒരു രീതിയിലേക്കാണ് ഈ കേരളം പോകുന്നത് എന്നുള്ളത് വേദനാജനകമാണ്. അതിനകത്ത് ഈ 5 ദിവസത്തിന് മുമ്പ് 5 ദിവസമായിട്ട് ഇത്തരത്തിലുള്ള അനാസ്ഥ തുടരുകയാണ്. ആൻജിയോപ്ലാസ്റ്റി പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു, ഹാർട്ടിന് പ്രശ്നമാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുമ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടതുണ്ട്, ആൻജിയോഗ്രാം ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്നു. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. 5 ദിവസമായിട്ട് ഈ പറയുന്നത് പോലെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ 5 ദിവസം കഴിയുമ്പോൾ പോലും തിരിഞ്ഞു നോക്കാതിട്ടാണ് താങ്കൾ പറയുന്ന പോലെ ബുധനാഴ്ച അദ്ദേഹത്തിന് ആൻജിയോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള ലിസ്റ്റിലേക്ക് പേരില്ലാതെ വരികയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അടുത്ത നിമിഷങ്ങളിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് താങ്കൾ പറഞ്ഞ പോലെ അതിന് മുൻപ് 2 ദിവസത്തിന് മുമ്പ് അദ്ദേഹം ഒരു മരണമൊഴി പോലെ അല്ലെങ്കിൽ ഒരു മൊഴി പോലെ പുറത്തു കൊണ്ടുവരുന്നു. ഇതിനെ രാഷ്ട്രീയപരമായിട്ടാണ് ഇപ്പോൾ CPM നോക്കിക്കാണുന്നത്. കാരണം ഒരു കോൺഗ്രസ് അനുഭാവിയെ പോലെയാണ് അദ്ദേഹത്തെക്കുറിച്ച്, അതായത് ഈ പറഞ്ഞ മരണപ്പെട്ടുപോയ വേണു എന്ന് പറയപ്പെടുന്ന ആളിനെക്കുറിച്ച് പറയുന്നത് കോൺഗ്രസ് അനുഭാവി ആയതുകൊണ്ട് അത്തരത്തിൽ പറഞ്ഞു അല്ലെങ്കിൽ പറയുന്നുണ്ട്. ഇനി താങ്കൾ പറയുന്ന പോലെ സൈബർ ഇടങ്ങളിൽ ആ ഒരു മേഖല, ആ ഒരു തരത്തിലുള്ള വാർത്തകൾ കൂടി വരുവാൻ ദിവസങ്ങൾ വേണ്ട, മണിക്കൂറുകൾ മതി, ഉടൻ തന്നെ അത് വരികയും ചെയ്യും. അപ്പോൾ അതിനകത്ത് അത്തരത്തിലൊരു രാഷ്ട്രീയമുണ്ടെന്ന് കരുതുന്നുണ്ട്. ഇതാണ് കേരളത്തിലെ സ്ഥിതി. അതായത് ഒരാൾ സത്യം പറഞ്ഞാൽ ആ സത്യം ഈ ഭരിക്കുന്ന ഗവൺമെൻറ്റിനെയോ പാർട്ടിയെയോ അലോരസപ്പെടുത്തുന്നതാണെങ്കിൽ അയാളെ അങ്ങ് കോൺഗ്രസ് ആയിട്ട് ചിത്രീകരിക്കുക എന്നുള്ള ഒരു പ്രവണത, അതിന് നമ്മൾ നല്ല ഒരു ഭാഷാ ശൈലി പറയും. ആടിനെ കൊല്ലണമെങ്കിൽ ആദ്യം പട്ടിയാക്കും, പിന്നെ അതിനെ പേപ്പട്ടിയാക്കും. പേപ്പട്ടിയാക്കി കഴിഞ്ഞാൽ തല്ലിക്കൊല്ലാം. അതേ കണക്ക് വേണുവിനെ ഒരു കോൺഗ്രസ്കാരനായിട്ട് ചിത്രീകരിക്കുക. ഇനി അതും കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞാൽ വേണമെങ്കിൽ CPM വിരുദ്ധൻ, അവിടെ BJPയും കോൺഗ്രസും എല്ലാം കൂടെ ചേർന്നുള്ളതാണ് എന്ന് വേണമെങ്കിലും പറയാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാനസിക രോഗിയാണ് എന്നൊക്കെ എന്ത് വേണമെങ്കിലും പറയാം. ഇങ്ങനെ ഒരു കാലമുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സർക്കാരിനെതിരെ ഒരക്ഷരം, രാജാവിൻ്റെ കാലത്ത് പോലും രാജഭരണത്തിനകത്ത് അതൃപ്തി ഉണ്ടെങ്കിൽ പറയാനൊക്കെ കഴിയുമായിരുന്നല്ലോ. ഇവിടെ നമ്പർ 1 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, രാജഭരണകാലം തൊട്ട് കേരളം ലോക നമ്പർ 1 ആണ്. ശ്രീ ഗോപകുമാർ ഒന്ന് ആലോചിച്ച് നോക്കൂ. തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട വലിയ നല്ല സർക്കാർ ആശുപത്രികളുടെയൊക്കെ പേര് നോക്കുക. SAT ശ്രീ അവിട്ടം തിരുനാൾ, SUT ശ്രീ ഉത്രാടം തിരുനാൾ, SCT ശ്രീ ചിത്തിര തിരുനാൾ മെഡിക്കൽ സയൻസ്. രാജാക്കന്മാരുടെ പേരില്ല. ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് രാജഭരണകാലത്ത് ആരംഭിച്ച് ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്ത് ആദ്യത്തെ OP പേഷ്യൻ്റ് ജവഹർലാൽ നെഹ്റു. ആ സംഭവം അറിയാമല്ലോ. അപ്പോൾ ജവഹർലാൽ നെഹ്റു ഒന്നാമത്തെ OP പേഷ്യൻ്റായി ലോക നമ്പർ 1 ആയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ഹൃദ്രോഗിയായ ആൻജിയോഗ്രാം ചെയ്യേണ്ടുന്ന വേണു കിടന്നത് തറയിലാണ്. ആദ്യത്തെ വാർഡിൽ കട്ടിലുണ്ടായിരുന്നു. അവിടെ നിന്ന് 27-ാം വാർഡിലോട്ടോ എന്തോ വന്നപ്പോൾ തറയിൽ ആൻജിയോഗ്രാം ചെയ്യേണ്ടുന്നതാണ്. ഇപ്പോൾ മറ്റേ ബിന്ദു എന്ന ആ സ്ത്രീ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടമിടിഞ്ഞു വീണ് മരിച്ച സമയത്ത് മിക്കവാറും മെഡിക്കൽ കോളേജുകളിലെ വാർഡുകളിൽ അട്ടിയിട്ടിരിക്കുന്ന കണക്ക് രോഗികൾ കിടക്കുന്ന നമ്മൾ കണ്ടു. സിസ്റ്റർമാർ വന്ന് ട്രിപ്പ് കൊടുക്കുന്നത് തറയിൽ ഇരുന്നുകൊണ്ടാണ്. ഇതൊക്കെ നേർക്കാഴ്ചയായിട്ട് കണ്ടിട്ടും ഇവരുടെ ഈ വായ്ത്താരിക്കും ഈ സ്തുതിപാഠകത്തിനും ഈ വീമ്പിളക്കുന്നതിനും ഒന്നും ഒരു ബുദ്ധിമുട്ടും ഇവർക്ക് ഇല്ലല്ലോ. ഇപ്പം ഇതാ നമ്മുടെ ഈ രോഗിയോട് കാണിച്ചത് അനാസ്ഥയല്ല എന്ന് അല്ലാതെ മറ്റെന്ത് വാക്കാണ് നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയുക? അല്ല, ഇന്നലെയും ഈ കുടുംബം പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അനാസ്ഥ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ അനാസ്ഥ കാരണമാണ് ഇത് സംഭവിച്ചത്. ഇന്ന് റിപ്പോർട്ട് കൊടുക്കാൻ പോകുന്നുണ്ട് വിദ്യാഭ്യാസ ഡയറക്ടർ, മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. അതിൽ വീഴ്ചയില്ല എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ളതിനുള്ള തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് കുടുംബം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ആൻജിയോഗ്രാം സാധ്യമാക്കേണ്ടുന്ന സമയത്ത് കൊടുത്തിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇയാളുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിയുമായിരുന്നു. അത് നൽകാതെ
ആ താങ്കൾ പറഞ്ഞതുപോലെ ബുധനാഴ്ച അദ്ദേഹത്തിൻ്റെ പേര് അതിനകത്ത് ഉൾപ്പെടുത്താതിരുന്നത് തന്നെ ഒന്നാമത്തെ അനാസ്ഥയാണ്. അതെ. അപ്പോൾ അങ്ങനെ ആ അനാസ്ഥ കാരണമാണ് ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്നിട്ടും പറയുന്നത് അവിടെ അനാസ്ഥ ഉണ്ടായിട്ടില്ല. ഇനി ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, അവിടെ സംഭവിച്ച മറ്റ് പല കാര്യങ്ങളും, ഞാൻ ഈ മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല സമയങ്ങളിലും പോയിട്ടുള്ള ഒരാൾ കൂടിയാണ്. പക്ഷേ അവിടെ ഇതേ രീതിയിൽ സംഭവിച്ച ഒരു കാര്യം, ഒരു അത്യാസന്ന നിലയിൽ എത്തപ്പെടുന്ന ഒരു രോഗിയെ, അവർക്കും ഇത് തന്നെയാണ്, ഹാർട്ട് അറ്റാക്ക് എത്തിയ ഒരു രോഗിയാണ്, ഒരു അമ്മയാണ്. അവർക്ക് അന്ന് 69 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ആ അമ്മയെ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഏകദേശം 11:45-12 മണിയോടുകൂടി ഈ മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലേക്ക് കൊണ്ടുവരുന്നവരെ ഏകദേശം 2 മണി വരെയുള്ള അവരുടെ ഈ നടപടിക്രമങ്ങളുണ്ട്. അതിനുശേഷം ഒരു ട്രോളിയിൽ 3ാമത്തെ നിലയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ കൊണ്ടുപോയി കിടത്താൻ പോകുമ്പോൾ, വനിതാ വാർഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ തറയിലടക്കം ആൾക്കാരെ കൊണ്ട് നിരത്തി കിടത്തിയിരിക്കുകയാണ്. അവിടെയാണ് ഈ ഹാർട്ട് പേഷ്യൻറ്റിനെ കൊണ്ടുപോകുന്നത്. അവിടെ കിടത്താൻ ഇടമില്ലാതെ വരുന്നു. അവരുടെ മകൾ ആ രാത്രിയിൽ അവിടെ നിന്ന് കരയുകയാണ്. അങ്ങനെ ആ കരയുന്ന മകളെ കണ്ടിട്ട് അവരോടൊപ്പം ഉണ്ടായിരുന്നവർ മറ്റൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം, അല്ലാതെ രക്ഷയില്ല. അവിടെ നിന്നുകൊണ്ട് അവിടെ എഴുതി വയ്പ്പിച്ചിട്ട്, അപ്പോൾ തന്നെ അവർ എഴുതി വയ്പ്പിച്ചിട്ട് ആ സ്ത്രീയെ, ആ അമ്മയെ അവിടെ നിന്നും മറ്റൊരു പ്രൈവറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിൽ കൂടിയും ആ അമ്മ അടുത്ത ദിവസം മരിക്കുകയും ചെയ്തു. പക്ഷേ അതിനു മുമ്പ് ഇവർക്ക് ഏതെങ്കിലും വിധത്തിൽ ഇതുപോലുള്ള വളരെ പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അതിനെ ചികിത്സിക്കുവാനുള്ള ഒരു പെട്ടെന്നൊരു ശ്രദ്ധയല്ലേ വേണ്ട, അത് നടത്താത്ത ഈ മെഡിക്കൽ കോളേജിൻ്റെ അനാസ്ഥ അന്നും ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും വാർത്തകൾ ഇടം പിടിച്ചില്ല. ഇതുവരെ വാർത്തകൾ ഇടം പിടിക്കാത്ത ഒട്ടനവധി പാവങ്ങൾ അവിടെ ഉണ്ട്. തീർച്ചയായും ഇതുപോലെ വന്നിട്ട് പോകുന്നത്. ഇതാണ് ഒരു ഞാൻ ആരുടെ രാഷ്ട്രീയത്തിനുമില്ല, അതിപ്പോൾ കോൺഗ്രസ്സുകാർ ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചാലും ആര് ഭരിച്ചാലും ജനങ്ങൾക്ക് നൽകേണ്ടത് സത്യത്തിൽ അവർക്ക് ചികിത്സയാണ്, അവർക്ക് ആവശ്യപ്പെട്ട ചികിത്സയാണ് നൽകേണ്ടത്. അത് നൽകാൻ വേണ്ടിയിട്ടാണല്ലോ ആരോഗ്യ മേഖലയിൽ ഇത്രത്തോളം പണം മുടക്കി, ബഡ്ജറ്റിൽ പണം വകയിരുത്തി, അത് കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കും. പക്ഷേ എന്താണ് നടപ്പിലാക്കുന്നത്? എന്ത് രീതിയിലുള്ള പ്രവർത്തനമാണ് മെഡിക്കൽ കോളേജ് നടക്കുന്നത്? അങ്ങനെ ഇവിടെ പലപ്പോഴും പലതും പ്രഖ്യാപനങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ കടലാസിൽ ഒതുങ്ങുന്നു എന്നല്ലാതെ പ്രായോഗികമായി വരുമ്പോൾ ഈ മേഖലയിലൊന്നും നടക്കുന്നില്ല എന്ന് നമ്മൾക്ക് ഇത്തരം സന്ദർഭങ്ങളിലാണ് നമുക്കത് തെളിയിക്കാൻ കഴിയുന്നത്. ഇവിടെ ഡോക്ടർമാരുടെ സമരം നടക്കുക, 158 കോടി രൂപ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾക്ക് കൊടുക്കാനില്ലാത്തത് കൊണ്ട് അവരുടെ ഉപകരണങ്ങൾ മുഴുവൻ ആൻജിയോഗ്രാം ചെയ്യേണ്ടുന്ന, ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടുന്നതായ സ്റ്റെൻറ്റുകൾ അടക്കമുള്ളത് മുഴുവൻ എടുത്തുകൊണ്ട് പോവുകയാണ്. ഈ ഗവൺമെൻറ്റിന് ആ 158 കോടിയിൽ ഒരു 100 കോടിയോ പകുതിയെങ്കിലും രൂപ അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ, കുറച്ചെങ്കിലും കുടിശ്ശിക തീർത്തെങ്കിൽ അത് എടുത്തുകൊണ്ട് പോവുകയില്ല. അപ്പോൾ ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇനി അവിടെ ഒന്നും ചെയ്യണ്ട. ഇപ്പം ഈ അതിദരിദ്രരാണെന്ന് പറഞ്ഞാൽ ഇനി മഞ്ഞ കാർഡ് കൊടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞത് കണക്ക് ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആണ്. അപ്പം ധനകാര്യമന്ത്രിക്കും വേണമെങ്കിൽ പറയാം, നമ്പർ 1 അല്ലേ, ഇനി അവിടത്തേക്ക് രൂപ എന്തിനാണ്? അപ്പോൾ അല്ല, ഇതൊക്കെ പൊട്ടന്മാരുടെ പരിപാടിയാണ് കാണിക്കുന്നത്. മനുഷ്യർ ഇവിടെ കിടന്ന് ഈ കഷ്ടപ്പെടുമ്പോഴത്തേനും ഇവർ നമ്പർ 1 നമ്പർ 2 കളിച്ചിട്ടൊന്നും കാര്യമല്ലല്ലോ. സത്യത്തിൽ വേണുവിനെ കൊന്നത് തന്നെയല്ലേ ഇവിടുത്തെ ആരോഗ്യ മേഖലയിലെ ഡോക്ടർമാരടക്കം, അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് ഈ ആൻജിയോഗ്രാം ചെയ്യാതെ, ബുധനാഴ്ച ആൻജിയോഗ്രാം ചെയ്യാതെ പോയത് എന്താണെന്നുള്ളതിൻ്റെ മറുപടി കേട്ടായിരുന്നു. അതിനേക്കാൾ വിചിത്രമാണ്. ഞങ്ങൾ കുറേ പേർക്ക് അന്നേ ദിവസത്തേക്ക് ഓപ്പറേഷൻ വെച്ചിട്ടുണ്ട് ആൻജിയോഗ്രാം. ആരെങ്കിലും വന്നില്ലെങ്കിൽ തന്നെ പരിഗണിക്കാവുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതാ പറഞ്ഞു. അതായത് റെയിൽവേയിലാണെങ്കിൽ റിസർവേഷൻ എഗൻസ്റ്റ് ക്യാൻസലേഷൻ, ആൻജിയോഗ്രാം എഗൻസ്റ്റ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞ് AAC എന്ന് പറഞ്ഞ് പുതിയൊരു പദ്ധതി ഈ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ 2 കോടി രൂപ ഖജനാവിൽ നിന്നെടുത്ത് കേരളം AAC പദ്ധതി, എന്താ അങ്ങനെ ഒരു പദ്ധതി വേണമെങ്കിൽ കൊണ്ടുവെക്കാമല്ലോ. എന്ത് നാണം കെട്ട ഒരു ഇതാണ്. ഒരാൾ വന്നില്ലെങ്കിൽ നിങ്ങളെ ചെയ്യാം. ആരെയാ? അത് ഏറ്റവും വേഗത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു വിട്ടത് കൊല്ലം ജില്ലാ ആശുപത്രിയാണ്, അതും സർക്കാരിൻ്റെയാണ്. അങ്ങോട്ട് പറഞ്ഞു വിട്ടത് ചവറ പ്രൈമറി ഹെൽത്ത് സെൻ്ററാണ്. ഇതെല്ലാം സർക്കാരിൻ്റെ ആശുപത്രികളാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായേ, പ്രൈമറി ഹെൽത്ത് സെൻ്ററിലും ജില്ലാ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും ഒന്നും ഇവിടെ ഒന്നും ചികിത്സിക്കുകയല്ല, തട്ടിവിടുകയാണ് അടുത്ത ആശുപത്രിയിലേക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകാർക്ക് വേറെ എങ്ങോട്ടും പറഞ്ഞു വിടാൻ ആശുപത്രി ഇല്ലാത്തത് കൊണ്ട് മോർച്ചറിയിലേക്ക് മാത്രമേ പിന്നെ പറഞ്ഞു വിടാൻ പറ്റുമായിരുന്നുള്ളൂ. അത് പറഞ്ഞു വിട്ടില്ല, പറയാതെ തന്നെ മോർച്ചറിയിൽ എത്തി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.